ഹായ്. പുറത്തേക്ക് പുറത്തേക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഓണൊക്കെ അടിച്ചു കൊടുത്താ? ആ. ഒത്തിക്ക് ഞാൻ കൊടുക്കുന്നു. വളരെ വെയിറ്റ് ചെയ്യാൻ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു. ഇല്ല, പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം ഈ ഒരു 2 weeks ആയിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. 7 മണിയാണല്ലോ, അപ്പം അങ്ങനെ ആ അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ 24/7 അപ്പൊ അങ്ങനെ. ആ അതെ 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 ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം ഓക്കെ ആയിട്ട് പോയി. ഈ വീക്കായിട്ട് ഭയങ്കരമായിട്ട് കളിച്ചു വരുന്ന ഒരാളായിരുന്നു. അതെ. അപ്പം പെട്ടെന്ന് ഈ എവിക്റ്റ് ആവുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ഞാനിപ്പോ പോകേണ്ട ആളല്ലായിരുന്നു തോന്നിയിരുന്നു? ഉറപ്പായിട്ടും അങ്ങനെ തോന്നിയായിരുന്നു. ഫസ്റ്റ് 2 weeks ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നി. പക്ഷെ ഈ ഒരു വീക്ക് ഭയങ്കര എനർജി ആയിട്ട് കയറി വന്നോണ്ടിരിക്കുവായിരുന്നു. അപ്പം ഇനിയാണെങ്കിലും മുന്നോട്ട് അടിപൊളിയായിട്ട് പോയേനായിരുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ വിക്റ്റായി പോയി. അറിയില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നന്നായിട്ട് കളിച്ചു വരുമായിരുന്നു. പെട്ടെന്ന് അതെ നല്ലൊരു ഫയറായിട്ട് കയറി വരുമായിരുന്നു. ബിഗ് ബോസിൽ വേറെ ആരെയും ദ്രോഹിക്കാതെ ഗെയിം കളിച്ച ഒരാള് ശൈത്യം മാത്രമായിരിക്കും ചിലപ്പോ. അതെ, എനിക്ക് ഞാൻ ജെനുവിൻ ആയിട്ടായിരുന്നു നിന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി. സോ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത്. അത്രേ ഉള്ളൂ. ശൈത്യക്ക് ഇപ്പൊ ഏറ്റവും വിന്നറാണെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ബിഗ് ബോസിൽ? എനിക്കറിയില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ടോപ്പ് 5 എല്ലാവരും നല്ല ഗെയിം കളിക്കുന്നുണ്ട്. നല്ല ഗെയിമേഴ്സ് ആണ്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ പല പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല. എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്. എനിക്കറിയില്ല, ഞാൻ അതിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അനുമോളായിട്ടുള്ളൊരു കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട് ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടോ? ഇല്ല. ശൈത്യക്ക് ഇല്ല. അതൊരു ഗെയിമായിട്ടാണോ? അതൊരു അല്ല, അനുമോളുടെ ട്രാപ്പില് ശൈത്യ കുടുങ്ങിയതാണോ? ഇനി അത് അല്ല, ആക്ച്വലി അതിനെ പറ്റി സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ. അപ്പൊ ഈ ബിഗ് ബോസ് പോയി മുന്നേ ഉള്ള ശൈത്യായാലും അത് കഴിഞ്ഞുള്ള ശൈത്യക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക? ഒരു ഗെയിം ഷോ ആണല്ലോ, പല രീതിയിൽ നമ്മളെ കുറെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കുറെയൊക്കെ സ്ട്രഗിൾ ചെയ്തു. അവിടെ 7 മണി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോ പണിപ്പുരയായിരുന്നു ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സ്ട്രഗ്ലിംഗ് സംഭവം. അപ്പൊ അതിന് എങ്ങനെ ലൈഫിൽ ഒരു മിനിമലായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പഠിച്ചു. ബിഗ് ബോസിലുണ്ടായ തിരിച്ചറിവ് എന്താ? ബിഗ് ബോസിലൊരു പോയ ഇത്ര ജെനുവിനായിട്ട് നിൽക്കുക, നല്ലൊരു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുക. അവിടെ പലർക്കും ഇല്ലാത്തൊരു സാധനം അതാണ്. ഫേക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. റിയൽ ആയിട്ട് നിൽക്കുക. അവിടെ ആദില നൂറ അവര് ജെന്യൂനാണ്. നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിൻസി നല്ലൊരു ഗെയിമറായിരുന്നു. നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മേ ബി അവർ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. നല്ല ഫയറിൽ തന്നെ വരുന്നുണ്ട്. നൂറ ആണെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരുന്നുണ്ട്. എനിക്കതിനോട് പറയാൻ ഒന്നുമില്ല. അമ്മയ്ക്ക് മസ്താനെ പറ്റിയിട്ടൊരു ഇതില്ല. ഇല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ.
ലാലേട്ടനെ വരെ പുച്ഛിച്ച ഒരു അത് അവരുടെ മേ ബി ഗെയിം സ്ട്രാറ്റജി വല്ലതും ആയിരിക്കാം. എനിക്ക് അതിനെ പറ്റിയിട്ട് എന്തോ അങ്ങനെ പുറത്താവില്ല എല്ലാരും മേ ബി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിനെപ്പറ്റി പറയാനുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാരും നല്ലതായിട്ട് ഗെയിം കളിച്ചു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഫിസിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് ചേച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ അശ്ലീല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരും ഇപ്പോഴും ബിഗ് ബോസിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ ശൈത്യനെ എവിക്ഷൻ ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി കൊടുക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞിട്ട് അതിന് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് പോലും ഇപ്പോൾ ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. കാരണം എനിക്ക് പല രീതിയിലും ആളുകളെ ചീത്ത പറയുന്നു, വേറൊരു രീതിയിൽ സമൂഹത്തിലേക്ക് അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ എവിക്റ്റ് ആയിക്കോളും. അത് അതിനെപ്പറ്റി സംസാരിക്കും. അതുപോലെ തന്നെ അനുമോള് പറയണ്ടായി ശൈത്യം കുഞ്ഞിൽ നിന്ന് കുത്തിന്ന് പറയണ്ടായി. അപ്പൊ അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്നതെന്നുള്ളത്. വരും ദിവസങ്ങളിൽ മനസ്സിലാവും. അനുമോള് ഡ്രാമ കളിക്കാന്ന് ചോറുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആക്ച്വലി ആ ഒരു വ്യക്തിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും. ജിസയിൽ അടിപൊളിയാണ്, നല്ലൊരു ഹ്യൂമൻ. എല്ലാവരും അടിപൊളിയാണ്, എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്. അങ്ങനെയല്ല, ഞാൻ തന്നെയായിരുന്നു ജെനുവിൻ, വേറെ ആരും അവിടെ ജെനുവിനല്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. ഇല്ല ഞാൻ കണ്ടിട്ടില്ല, അതെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലായിക്കോളും അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. അതെ, അതിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അത്രേ ഉള്ളൂ. സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പട്ടം കൊടുക്കാൻ പറഞ്ഞാൽ അല്ല, ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ സ്ട്രെസ്സും കാര്യങ്ങളും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ശരി, ബൈ. ഇനി ഒരു 2 ദിവസം നല്ല റെസ്റ്റ്, ഭക്ഷണം കൊടുക്കണം. അറിയില്ല. ചിലപ്പോ ഏണിന് വൈകി കഴിയും. ഞാനും കണ്ടു രാവിലെ ഉറക്കളച്ചിട്ടൊക്കെ അല്ലേ ഭയങ്കര പയറെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പയർ പോലെ കണ്ടായിരുന്നു. നമ്മൾ ആരെയും അങ്ങനെ തട്ടിക്കെട്ടാൻ പറ്റില്ല. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള കഴിവുകൾ. എനിക്കോ അയ്യോ, ഞാൻ അച്ഛനുമായിട്ടാണ് അവളെ ഏറ്റവും കൂടുതലായിട്ട്. ഫൈനൽ കാണാൻ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർ യൂസ് ചെയ്യുന്നു, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അത് കാണുന്നവന്റെ എടുത്തിട്ട് ഈ പറഞ്ഞത് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ അവിടെ വേണ്ട. ഇല്ല, ഞാൻ ജെനുവൻ ആയിട്ടാണ് പറഞ്ഞത്. നമ്മൾ കാണുന്നതിന്റെ പ്രശ്നമാണ്. അവർക്ക് ആ ഡ്രസ്സിൽ എന്റെ കൊച്ചൊത്തിരി ക്ഷീണിച്ചു പോയി, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. എനിക്കത് അവിടെ ഫുഡ് വളരെ കുറവാണ്, റേഷനാണെങ്കിലും വളരെ കുറവ്. അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. എനിക്കങ്ങനെ മേക്കപ്പിനോട് വലിയ, ഞാൻ ഇപ്പോഴാണെങ്കിലും മേക്കപ്പ് ഇല്ല, ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. മേക്കപ്പ് ഇല്ലാതെ ജീവിക്കണമല്ലോ. അതായത് നമ്മള് പണ്ട് കാലത്ത് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലത്തെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അവിടെ ആ ഒരു 2 ആഴ്ച. പൗഡറും കൺമഷിയും മാത്രം, അല്ലെങ്കിൽ എന്താ പറയാ, വേറെ ആകെ 2 ഡ്രസ്സ് മാത്രം, അത് തന്നെ കഴുകി നമ്മൾ വീണ്ടും യൂസ് ചെയ്യണം. അങ്ങനെ മേക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. മോഡലല്ലേ. അപ്പൊ അതെനിക്ക് എനിക്കറിയില്ല, അതിനെപ്പറ്റി പറയുന്നില്ല. ആ ഒരു റിയൽ പീസ് കൊണ്ടുവരാനായിരിക്കാം പണിപ്പുര എന്നുള്ളൊരു സംഭവം. ഇല്ല
കാണാത്തത് എല്ലാവരും തലയിലും പേനുണ്ട്. ആണിന്റെ തലയിലും പെണ്ണിന്റെ തലയിലും എല്ലാം പേനുണ്ട്. ഞാൻ കണ്ടിട്ടില്ല പറ്റി പറഞ്ഞു. ഓക്കെ ശരി ബൈ. ചേട്ടൻ നല്ലൊരു ഗെയിമറാണ്. മേബി നല്ല മനുഷ്യനാണ്. അനുമോൾ ടോപ്പ് ആയാലുണ്ടാവോ? അറിയില്ല. നമുക്കറിയില്ല. രേണുസുതി വന്നപ്പോൾ പഠിക്കുന്ന പറഞ്ഞത്. ആണല്ലോ. പക്ഷെ അനുമോളെ പറ്റി ചോദിച്ചപ്പോ അവൾക്കും ഒന്നും പറയാനില്ല. അനുമോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അനുമോൾ അവിടുത്തെ പ്രധാന ശത്രുവാണ് എല്ലാവരുടെയും. എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ ഞാൻ പോട്ടെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ഹാപ്പിയാണ്. അയ്യോ വെഡിങ് ഇപ്പോഴേ നോക്കുന്നില്ല. കരിയർ ഒന്ന് ബിൽഡപ്പ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മതി മാരേജ്. ഫസ്റ്റ് കഴിക്കാൻ പോണ ഫുഡ് ഏതായിരിക്കും? ഞാനോ അമ്മ ഉണ്ടാക്കിയ ഇപ്പൊ കഴിക്കാൻ പോകുന്നത് മസാല ദോശ. അവിടെ മസാല ദോശ. ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ. ഞാനിത് കഞ്ഞി ഉണ്ടാക്കിയത്. അപ്പാനി പോയത് പെട്ടെന്ന് അവര് പറഞ്ഞത് അങ്ങനെ തോന്നുന്നില്ല. കഞ്ഞി മാത്രമേ ഉണ്ടാക്കിയത്. ശരത്തേട്ട് നല്ലൊരു ഗെയിമറായിരുന്നു. പക്ഷെ ഇപ്പോഴേ ഔട്ടായി പോകേണ്ട ആളല്ലായിരുന്നു. ഫൈനൽ 5 വരേണ്ട ഒരാളായിരുന്നു. ബട്ട് ശരത്തേട്ട് ബട്ട് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അവര് ഒരു ഗ്രൂപ്പായിട്ട് എനിക്കതിനെ പറ്റി ഇല്ല. അതിനെ പറ്റിയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാനോ പോട്ടെ.